തൃപ്തിപ്പെടുന്നവർക്കല്ലാതെ. അപ്പം മുപ്പര് ചോദിക്കുക, ദൂതന്മാരിൽ അള്ളാഹു തൃപ്തിപ്പെടാത്തവരുണ്ടോ? നോക്കണം, നിങ്ങൾ സാധാരണ ഒരു പ്രയോഗമല്ലേ. ഒരാൾ ഇഷ്ടപ്പെട്ട ദൂതന്മാർ എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടാത്ത ദൂതന്മാരുണ്ട് എന്നാ? സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാത്ത വേറെ റബ്ബുണ്ട് എന്ന് ആർക്കും മനസ്സിലാവൂലേ? അപ്പൊ ചോദിക്കുക, ഏതാ ഇയാളെ മതം, ഏതാ ഇയാൾ ജാതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോ നോക്കണേ. കേട്ടോളൂ നിങ്ങളെ ഭാഗം. പറയും അല്ലാഹുവാണ് അദൃശ്യം അറിയുന്നവനാണവൻ. അവന്റെ അദൃശ്യത്തെ ഒരാൾക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഇല്ലാ മനിർത്തദാ മിർ റസൂലിൻ, ദൂതന്മാരിൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അർത്ഥം വെച്ചേട്ടങ്ങള് ദൂതന്മാരിൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അപ്പൊ അള്ളാന്റെ ദൂതന്മാരുടെ അല്ല ഒറ്റപ്പെടാത്തവരുണ്ടോ, തൃപ്തിപ്പെടാത്തവരുണ്ടോ? ഇത് ഏതാണ് ഈ മൗലവി, ഏതാണ് ഇയാളെ മതം, ഏതാണ് ഈ മുസ്ലിയാർ? ആർക്കും ഇത് മനസ്സിലാവില്ലേ? തൃപ്തിപ്പെട്ടവർ അള്ളാഹുടെ ദൂതന്മാരിൽ അള്ളാഹു തൃപ്തിപ്പെടാത്തവരുണ്ട് എന്നപ്പോൾ ഞാൻ ആദ്യം വിശദീകരിച്ച് ഇനിയിപ്പോൾ അതും പറയും. പ്രസംഗത്തിൻ്റെ മൂപ്പര് ഇതൊക്കെ പറഞ്ഞേക്ക് കുറച്ച് പറഞ്ഞു, എല്ലാ അഭിമാനിയും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നൊക്കെ ആദ്യം ഒരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയും. എന്താ അപ്പോൾ ഇതിനൊക്കെ ഒരു പദം, ഒരു ചെറിയൊരു മുറി അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് പറയും കണ്ടോ ആ വാചകത്തിൽ പിടിച്ചിട്ട് പറയണേ, നിങ്ങളും പറഞ്ഞിട്ടില്ലേ അങ്ങനെ നിങ്ങളുടെ ലേഖനങ്ങളിലില്ല തൃപ്തിപ്പെട്ട ദൂതന്മാര്, തൃപ്തിപ്പെട്ട ദൂതന്മാരെ നേരിട്ട് ഒരു സുന്നി വോയിസിൽ വന്നൊരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. ഇതേ ആയത്തിന് അദൃശ്യ കാര്യങ്ങളുടെ മേൽ ഒരാളെയും അള്ളാഹു വെളിവാക്കുന്നതല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരെ അല്ലാതെ. അപ്പൊ ഒരാൾ ചോദിക്കാണ്, അല്ല അടുത്ത ലക്കത്തിൽ ചോദിക്കുക, ഇഷ്ടപ്പെടാത്ത പ്രവാചകരുണ്ടാ? ഏതാ ഈ സുന്നി വോയിസ്, ഏതാ ഇതിന്റെ എഡിറ്റർ, ആരാ ഇതിന്റെ പബ്ലിഷർ, ഏതാ ഇയാളെ മതം എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഒരു പ്രയോഗമല്ലേ, ആർക്കും മനസ്സിലാവൂലേ? എന്നാൽ നിങ്ങൾ ചെയ്തൊരു തട്ടിപ്പ് കേട്ടോ. ഈ കാണുന്ന പുസ്തകം ഫതാവ മുഹയ്യിസ് സുന്ന, ആരാന്നറിയോ? പൊന്മളക്കാരൻ മുസ്ലിയാരുടെ ഫതാവ സുന്നയാണ്. പൊന്മള മുസ്ലിയാർ അയാൾ പറയുന്നത് നോക്കൂ, ഈ ആയത്തിന് മൂപ്പരർത്ഥം കേട്ടോളൂ കേട്ടോ. അള്ളാഹു ഗൈബുകളെ അറിയുന്നവനാണ്, അവന്റെ എല്ലാ ഗൈബുകളെയും ഒരു വ്യക്തിക്കും അവൻ അറിയിച്ചു കൊടുക്കുകയില്ല, അവൻ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കൊഴിച്ച്. റസൂലിന് എവിടെ മുസ്ലിയാരെ വ്യക്തിന്നർത്ഥം? ഇല്ലാ മനിർത്തലാ മിർ റസൂലിന് അർത്ഥം വെച്ചാൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കൊഴികെ. റസൂലിന് വ്യക്തി എന്നർത്ഥമുണ്ടോ? അപ്പൊ എന്താണെന്നറിയോ, പലരെയും അതിലേക്ക് അങ്ങ് തിരികെ കയറ്റാൻ വേണ്ടി വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു എല്ലാരെയും പെടുത്താലോ, വേണ്ടവരൊക്കെ പെടുത്താലോ, എല്ലാരെയും പെടുത്താം. റസൂലിനാവുമ്പോൾ അതിൽ പരിമിതാവുമല്ലോ. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞില്ല, നബി എന്ന് പറഞ്ഞില്ല, പ്രവാചകൻ എന്ന് പറഞ്ഞില്ല, അതൊന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കല്ലാതെ. അപ്പൊ വ്യക്തിയായിട്ട് ആരൊക്കെ ഉണ്ടോ? എല്ലാവരും വ്യക്തി 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 വ്യക്തി. ഇതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അർത്ഥം മാറ്റുന്ന കോലം അങ്ങനെയാണ്. ഞാൻ അവിടെ ഒരർത്ഥവും മാറ്റിയിട്ടില്ല, ഞാനൊരർത്ഥവും മാറ്റിയിട്ടില്ല. പറഞ്ഞപ്പോൾ ഓരോന്നിങ്ങനെ പദം അർത്ഥം വെച്ചപ്പോൾ ഇല്ലാ മനിർത്തലാം റസൂൽ, ദൂതന്മാരിൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ടവർക്ക്. അപ്പൊ തൃപ്തിപ്പെടാത്തവരുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിൽ വേണോ? എനിക്കിപ്പോൾ അതിന് ഒഴിവില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ എപ്പോഴാ? നാളെ നന്നു പറ്റുമോ? പിന്നെയും ചോദിക്കുക. ഇങ്ങനെ ചോദിക്കുന്ന ഈ ചോദ്യം സഹോദരന്മാരെ, ആളുകൾ ഇതൊക്കെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ലേ വന്നു നിൽക്കുന്നത്. പിന്നെ സഹോദരന്മാരെ, ഞാനന്ന് വളരെ കാര്യമായി വിശദീകരിച്ചു. അമ്പിയാക്കന്മാരല്ലാത്തവരും ഇവർ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇങ്ങനെ ഗൈബ് ഇഷ്ടം പോലെ അറിയുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നിട്ട് പോലും അദൃശ്യ കാര്യങ്ങൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പല കാര്യങ്ങളും അറിഞ്ഞു. ഖിദ്ർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന വിവരം സൂറത്തുൽ കഹ്ഫിലില്ലേ? ഖിദ്ർ എന്ന പേര് ഖുർആനിലില്ലെങ്കിലും അത് ഹദീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരുടെ യാത്രാവേളയിൽ ഖിദ്ർ നബി അലൈഹിസ്സലാം അറിഞ്ഞത് മൂസ നബി അറിയുന്നില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങളിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അറിയുന്നല്ലേ പറയുന്നത്, എന്നാ പിന്നെ എന്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ അലൈഹിസ്സലാം അറിഞ്ഞതുപോലെ മറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ അന്ന് ഞാൻ പറഞ്ഞു, ആ കാര്യത്തെപ്പറ്റി ഇവർക്കൊരു അഭിപ്രായം ഇവർ പറയാറുണ്ട്, ഇവരെന്നൊരു മറുപടി പറയാറുണ്ട്. എന്താ മറുപടി? അവരുടെ പുസ്തകത്തിലാണ് എഴുതിയത്. ഈ കാണുന്ന പുസ്തകം ജുമാ ഒരു പഠനം ആരുടേതാണ്? നെല്ലിക്കുത്ത് എം കെ ഇസ്മായിൽ മുസ്ലിയാർ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതുകയാണ്. നിങ്ങൾ നോക്കൂ, കേട്ടോളൂ ആ വാചകം. മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്,
ദാ മറുപടി, അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. സഹോദരന്മാരെ, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുള്ള മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തിനെ ചില സന്ദർഭങ്ങളിലെങ്കിലും നിഷേധിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു നബി നബിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു നബിയുടെ നുബുവത്തിനെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അദ്ദേഹം അന്ന് നബിയല്ല എന്ന്, അദ്ദേഹം അന്ന് നബിയാണ് എന്നതിന് യാതൊരു തെളിവുമില്ല എന്നല്ലേ മുസ്ലിയാർ പറഞ്ഞത്. മറിച്ച് ഇനിയും കേട്ടോളൂ, അതെല്ലാം മൂസ നബി അലൈഹിസ്സലാം അന്ന് പ്രവാചകനായിരുന്നില്ല, മജ്മഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. മജ്മഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അന്ന് അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. മജ്മഉൽ ബഹ്റൈൻ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. എന്താ അതിന്റെ സംഭവം എന്നറിയോ സഹോദരന്മാരെ? ഇവരെന്താ അതിനെപ്പറ്റി പറഞ്ഞത്? ഇവര് പറയുന്നത് മൂസാ നബി അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവില്ല. എവിടെ എത്തി? ഇന്നലെ പറഞ്ഞതുപോലെ ഇർഫാദിൽ നിങ്ങൾ വായിച്ചില്ലേ? മുസ്ലിം സമുദായത്തെ മുഴുവനും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിന്റെ മുക്കുമൂലകൾ ആ ശബ്ദം കൊണ്ട് പ്രകമ്പനം കൊള്ളാൻ പോവുകയാണ്. ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ അടക്കിയിരുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഇർഫാദ് കൊണ്ട് കേരളം മുഴുവൻ അതാ സർവ്വ മുസ്ലിമീങ്ങളെയും ഞങ്ങളിത് കേൾപ്പിക്കാൻ പോവുകയാണ്. എന്താണ് കേൾപ്പിക്കുന്നതെന്നോ? അള്ളാഹിനോട് ചോദിക്കാൻ നമുക്കെന്താ അധികാരമുള്ളത്? നബിയോടല്ലേ ചോദിക്കാൻ നമുക്ക് അധികാരമുള്ളൂ. നബിയോട് മാത്രമാണ് ചോദിക്കേണ്ടത്, അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ എഴുതിയത്. ആ വാദം നിങ്ങൾ പിൻവലിക്കുവോളം പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോരാട്ടത്തിന് കാര്യം കിട്ടാറില്ലേ? സുലൈമാൻ സഖാഫി ഖുർആനിൽ ആയത്ത് തിരുത്തിയിട്ട് അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടണം എന്ന് ആയത്തിന് തെറ്റായിട്ട് അർത്ഥം വെച്ചപ്പോ അത് ഇസ്ലാഹ് മാസിക പുറത്തു കൊണ്ടുവന്നില്ലേ? കേരളത്തിന്റെ മുക്കുമൂലകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടില്ലേ? സർവ്വ മുസ്ലിമീങ്ങളും അത് അറിഞ്ഞുപോയില്ലേ? നിങ്ങളെ കൊണ്ട് തിരുത്തിച്ചു, നിങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നില്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ആയത്തിൽ ഒരു അച്ചടിപ്പശക് സംഭവിച്ചു. ഒരു സ്ഥലത്ത് ആയത്തിലും അച്ചടിപ്പശക് സംഭവിച്ചു, അർത്ഥത്തിലും അച്ചടിപ്പശക് സംഭവിച്ചു. അച്ചടിപ്പശക് അർത്ഥത്തിൽ സംഭവിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായില്ല. അള്ളാഹിനോടും റസൂലിനോടും ചോദിക്കാം, അതാ അച്ചടിപ്പശക? നിങ്ങൾ നോക്കൂ, ഈ അടിസ്ഥാനത്തിൽ ഇതേ രൂപത്തിൽ തന്നെ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഇതുവരെ ഇവർ പറഞ്ഞ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല, പ്രാർത്ഥിക്കാം. പക്ഷേ മഹത്തുക്കളോടും പ്രാർത്ഥിക്കാം. പക്ഷേ ഇപ്പൊ പറയുന്നതോടൊന്നും പറ്റില്ല, നമുക്ക് അതിന് അധികാരമല്ല. എത്രത്തോളം ആ ലേഖനത്തിൽ പിന്നെയും ഒരുപാട് അപകടങ്ങളുണ്ട്. മുഴുവൻ ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം എത്ര പവറുള്ള ആളാണ്. മൂസാ നബി അള്ളാഹിനോടൊന്ന് നേരിട്ട് ചോദിച്ചപ്പോഴേക്ക് തന്നെ അങ്ങ് ബോധരഹിതനായി വീണില്ലേ? മഹാനായ മൂസ നബിക്ക് പോലും അങ്ങനെ സംഭവിച്ചെങ്കിൽ അസ്രായീൽ എന്ന പേര് കേൾക്കുമ്പോൾ വിറവിറക്കുന്ന നമുക്ക് പിന്നെ എങ്ങനെ ചോദിക്കാനാണ്? സംഭവങ്ങളൊക്കെ അതിൽ കുറേ ഉണ്ട് സഹോദരന്മാരെ. എത്ര ഗുരുതരമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തിനെ, ആ കാലഘട്ടത്തിലേക്കുള്ള നുബുവത്തിനെ നിഷേധിച്ചതല്ലേ നമ്മൾ കാണുന്നത്. നിങ്ങൾ കേൾക്കൂ, ആ ഭാഗത്തെപ്പറ്റി അന്ന് വിശദീകരിച്ചപ്പോ അതിനെപ്പറ്റി മൂപ്പര് പറയുന്നു, ഞങ്ങൾ എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് അദ്ദേഹത്തിനൊരു ന്യായീകരണമുണ്ട്. കേട്ടോളൂ. മൗലവി പറയാണ്, എന്താ പറഞ്ഞത് അറിയോ? ഈ നിങ്ങളെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുണ്ടല്ലോ, മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞതാണ്. മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോയൊരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവം നടന്നത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? അത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന നിലക്ക് ഉസ്താദ് അവർകൾ എഴുതിയിട്ടുണ്ട്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന് ഉസ്താദ് അവർകൾ എഴുതിയിട്ടുണ്ട്. നുണയല്ലേ ഇത്? അങ്ങനെയാണോ ഉസ്താദ് അവർകൾ എഴുതിയത്? ഉസ്താദ് അവർകൾ ഇങ്ങനെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്.
ഉബുവത്തിന് മുമ്പാണോ പോയത് ശേഷാണോ പോയത് എന്നൊക്കെ തർക്കണ്ട് എന്നാണോ പറഞ്ഞത്? അല്ല, അന്ന് മൂസ നബിയായി പ്രവാചകനായിരുന്നില്ല, പ്രവാചകനായിരുന്നു എന്നതിന് യാതൊരു തെളിവില്ല. നോക്കട്ടെ, വാചകം ഒന്നുകൂടെ വായിക്കട്ടെ. ആ പറയുന്ന വാചകം ഒന്നുകൂടി കേൾപ്പിക്കുന്നു. തർക്കമുണ്ട് എന്നല്ല പറഞ്ഞത്, ആ വാചകം ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്: അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നൊന്നല്ല പറഞ്ഞ്, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നും അല്ല പറഞ്ഞ്, യാതൊരു തെളിവില്ല. ഇങ്ങനെ കണ്ണടച്ച് നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മുസ്ലിയാരെ? എന്നൊരു ഉസ്താദിനെ ന്യായീകരിക്കുകയാണ് ശിഷ്യൻ. അത് പിന്നെ വേണമല്ലോ, കിട്ടിയ ചോറിന് കൂറ് പാലിക്കണമല്ലോ. ഇവിടെ വന്നിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണല്ലേ. നിങ്ങൾ വാദത്തിൽ നിന്ന് കുതിരയോടേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞതെന്താണ്? അങ്ങനെ അഭിപ്രായം ഉണ്ട്, ഇങ്ങനെ അഭിപ്രായം ഉണ്ട്. അങ്ങനെ അഭിപ്രായമൊന്നും ഇല്ലായിരിക്കും. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമല്ല. അന്ന് മൂസ നബി ആയിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, യാതൊരു തെളിവില്ല എന്നാ പറയുന്ന. തെളിവ് കേട്ടോളൂ. അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു എന്നുള്ളതിന് തെളിവ് കേട്ടോളൂ. ഇതായി കാണുന്ന സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമടക്കം ഫത്ഹുൽ ബാരി അടക്കമുള്ള സഹീഹുൽ ബുഖാരിയാണ്. അതിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കട്ടെ. ആ ഹദീസ് കേട്ടിട്ട് എന്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാര് വിലയിരുത്തിക്കോ. മുസാ അന്ന് പോകുമ്പോ നബിയാണോ അല്ലേ, തെളിവുണ്ടോ ഇല്ലേ, അതോ ഒരു തെളിവുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോ. അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു സംഭവം. എന്താ സംഭവം പറയുന്നറിയോ? ബുഖാരിയിലെ 4726 നമ്പർ ഹദീസാ വായിക്കുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാം ഖാല ദക്കറ الناس യൗമാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂസാ നബി ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ പ്രസംഗാണ് പ്രസംഗിച്ചിരുന്നറിയോ? അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: ഹത്താ ഇദാ ഫാദത്തിൽ ഉയൂൻ വറഖത്തിൽ ഖുലൂബ്. കണ്ണുകളൊക്കെ ഒഴുകിപ്പോയി, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി, ഹൃദയങ്ങളൊക്കെ വളരെ ലോലമാകുന്ന നിലക്കായി. അത്ര നല്ല പവറുള്ള ഒരു ഉപദേശം. ആ ഉപദേശം കഴിഞ്ഞ് വല്ലാ മഹാനായ മൂസ നബി അങ്ങ് പോയി. ആ അവസരത്തിൽ ഈ പ്രസംഗം കേൾക്കുന്നവരാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ഫഖാല വിളിക്കുകയാണ്, ചോദിക്കുകയാണ്: ഐ റസൂലല്ലാഹ്, ഐ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ. മൂസാ നബിയെയാണ് വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു അയച്ചിട്ടുള്ള റസൂലേ. ഐ റസൂലല്ലാഹ്, ഓ റസൂലുള്ളാഹ്, ഹൽ ഫിൽ അർദി അഹദുൻ അഅലമു മിൻക. അങ്ങയേക്കാൾ വലിയ വിവരമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ വേറെയുണ്ടോ എന്നാണ് ഇയാൾക്ക് ചോദിക്കാനുള്ളത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്നങ്ങ് പറഞ്ഞു പോയി, ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അല്ലാഹു അഅലം എന്ന് പറയേണ്ടതിന് പകരം മൂസ നബി അങ്ങനെ പറഞ്ഞുപോയി. അതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തെ ആ കാര്യത്തിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു. അതാ എന്താ പറഞ്ഞതെന്നോ ആ അവസരത്തിൽ പറയപ്പെട്ടു എന്ത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലായി, അബദ്ധം പറ്റി. അള്ളാഹുവിങ്കൽ നിന്ന് അറിയിപ്പ് കിട്ടി, മൂസ പറഞ്ഞത് ശരിയായില്ല മൂസ. ഉടനെ മഹാനായ പ്രവാചകൻ അതാ മൂസ നബി അള്ളാഹിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു: ഐ റബ്ബി ഫൈന, വേറെ ആളുണ്ടോ എന്നെ കാണാൻ വരുള്ളവരെന്നാ? അതെവിടെയാണ്? എനിക്കൊന്ന് പോകണമല്ലോ, പഠിക്കണമല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു: ബി മജ്മഇൽ ബഹ്റൈൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ, 2 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമെന്ന്. ആ കാര്യത്തെ പറ്റി അറിഞ്ഞു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിനയത്തോടെ പുറപ്പെടുന്നു. അള്ളാഹു പറഞ്ഞ ഈ സ്ഥാനത്തേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിൽ കുറെ ചരിത്രങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ കണ്ടെത്തിയപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്തു വന്നു? ഫസല്ലമ അലൈഹി മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് സലാം ചൊല്ലി. ഫകശഫ അൻ വജ്ഹിഹി, അദ്ദേഹം റിപ്പോർട്ടുകളിൽ കാണാം മുഖം മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്.
മുഖത്ത് നിന്ന് തുണിയങ്ങ് നീക്കി. എന്നിട്ട് സലാമങ്ങ് കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, ഹൽ ബി അർദിൻ മിൻ സലാം, സലാം കേൾക്കുന്ന ഈ നാടോ എന്നിങ്ങനെ അദ്ദേഹം പറയുന്നു. വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹൽ ബി അർദി എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഈ അടിസ്ഥാനത്തിലൊക്കെ എന്തോ ആകട്ടെ, ഞാൻ ആ ചർച്ചയിലേക്ക് നീങ്ങുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, ഈ സലാം അങ്ങ് കേട്ടപ്പോ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, മൻ അന്ത, മൻ അന്ത, ആരാ നിങ്ങള്? മനസ്സിലായില്ലല്ലോ. ഖദർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഖാല, ആ അവസരത്തിൽ മൂസ നബി അലൈഹിസ്സലാം പറയാണ്, അന മൂസ, അന മൂസ, ഞാൻ മൂസയാണ്. അപ്പൊ ഖദറിന്റെ ചോദ്യം, മൂസ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ മൂസയാണോ? ഖാല നഅം, അതെ. ഉടനെ ഖദർ അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഫമാ ശഅനുക, എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഖാല, മൂസ നബി അലൈഹിസ്സലാം പറയാണ്, ജിഅ്തു ലിതുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, ഞാൻ വന്നിരിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇൽമുകളില്ലേ, അത് പഠിപ്പിച്ചു തരാൻ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ആ അവസരത്തിൽ അതാ കേട്ടോളൂ, ഖദർ അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്. ഖാല, ഖദർ അലൈഹിസ്സലാം ചോദിക്കുന്ന മൂസ നബിയോട്, അമാ യക്ഫീക അന്ന തൗറാത ബിയദൈക വ അന്നൽ വഹ്യ യഅതീക, മൂസ നിനക്ക് പോരേ, അമാ യക്ഫീക നിനക്ക് പോരേ, അന്ന തൗറാത ബിയദൈക, തൗറാത്ത് നിന്റെ കയ്യിലുള്ളതൊന്നും നിനക്ക് പോരേ, മാത്രമല്ല നിനക്ക് വഹയും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? ഖദർ അലൈഹിസ്സലാം ആ ചോദിക്കുന്നത് ഈ സംഭവത്തിൽ നിന്ന് ബുദ്ധിയുള്ള സഹോദരന്മാരെ നമുക്കെന്താ മനസ്സിലായത്? ഈ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പോകുന്നതിന്റെ മുമ്പേ അദ്ദേഹം റസൂലുള്ള തന്നെയാണ് എന്ന് കിട്ടിയില്ലേ? തൗറാത്തും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ വഹയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൗറാത്തും കിട്ടിയിട്ട് വഹി വരാൻ തുടങ്ങിയിട്ടല്ലേ തൗറാത്ത് കിട്ടിയത്? അങ്ങനെ വഹയും കിട്ടുന്നുണ്ട്, തൗറാത്തും കയ്യിലുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നത് എന്ന് ഖദർ അലൈഹിസ്സലാം ചോദിച്ചില്ലേ? ആ യാത്ര എവിടെ എത്തുന്നതിന്റെ മുമ്പായി തന്നെ അതിനുള്ള സാഹചര്യം മുസ്തഫ വിശദീകരിച്ചില്ലേ? മുസാ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് ഒരാൾ ചോദിച്ചത്. എന്താ ചോദിച്ചത്? യാ മൂസ എന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭിസംബോധനയല്ല, യാത്ര പോകുന്നതിന്റെ മുമ്പേയുള്ള അനുയായികളുടെ ചോദ്യം എന്താണ്? ഐ റസൂലല്ലാ, ഐ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ. ചിന്തിച്ചോ മുസ്ലിമേ, ചിന്തിച്ചോ എന്റെ ഉമ്മമാരെ, ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ. മൂസ നബി അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് എഴുതിവിട്ടത് ഇസ്ലാമിന്റെ വാദമാണോ? ചിന്തിച്ചുകൂടെ? അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഒരു തെളിവില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങൾക്ക് ബുഖാരി തെളിവ് പറ്റില്ല അല്ലേ? ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ചപ്പോ കേട്ടില്ലേ പേരോട്? മറ്റൊരു മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട്, ബുഖാരിയുടെ വാക്കിനേക്കാൾ, ബുഖാരിയിൽ പറഞ്ഞ ഹദീസിനേക്കാൾ കക്കാട് ഫൈസിയുടെ വാക്കാണോ നിങ്ങൾക്ക് വലുത് എന്ന് വേറൊരു പ്രശ്നം വന്നപ്പോ ആ കൂട്ടരോട് ചോദിച്ചില്ലേ? വിനീതമായി ഞങ്ങളും ഒന്ന് ചോദിച്ചോട്ടെ, നെല്ലിക്കുത്തിന്റെ വാക്കാണോ, നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിന്റെ വരികളാണോ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനേക്കാൾ നിങ്ങൾക്ക് വലുത്? വിനീതമായി ചിന്തിച്ചുകൂടെ? ഇവരാണോ നിങ്ങളുടെ ഉസ്താദുമാര്? ഈ ഉസ്താദിന്റെ സ്ഥിതി ഇങ്ങനെ ആവാൻ എന്താ കാരണം? നിങ്ങൾ നോക്കൂ, ഈ ഉസ്താദ് നെല്ലിക്കുത്ത് ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദിനെ സംബന്ധിച്ച് ഇതാ മുജാഹിദുകൾ എഴുതുന്നതല്ല. ഇയാളുടെ കളി എന്താണെന്ന് നുസ്റത്തുല്ലന മാസികയിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നുസ്റത്തുല്ലന മാസിക പരിചയമുണ്ടാകുമല്ലോ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പത്രമല്ലേ? ആ നുസ്റത്തുല്ലന മാസികയിൽ നിന്ന് വായിക്കട്ടെ, കേട്ടോളൂ. ഒരു മുഫ്തിയും ഒരു പത്രവും പത്രാധിപരും എന്ന ലേഖനത്തിൽ തന്നെ കാണുന്നു. ആദ്യത്തെ വാചകം തന്നെ എന്താ അറിയോ? നമ്പ്യാർ കൂത്ത്, ചെട്ടിയാര് കൂത്ത് എന്നിങ്ങനെ പലതരം കൂത്തുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു തരം കലകളും കളികളുമാണ്.
നെല്ലിക്കുത്തിന്റെ കൂത്ത് അങ്ങനെയല്ല, ദീന് കൊണ്ടുള്ള കൂത്താട്ടമാണത്. നെല്ലിക്കുത്തിന്റെ കൂത്ത് ദീന് കൊണ്ടുള്ള കൂത്താട്ടമാണ്. തെളിവ് പിടിച്ചോ? അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായിരുന്നു എന്നുള്ളതിന് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊന്നുമല്ലല്ലോ പറഞ്ഞത്. യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ ഇന്ന് വരെ തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്തേ തിരുത്താൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തത്? ആ പോയ കാലത്ത് മൂസ നബിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു എത്തിയിട്ട് വരുന്ന കാലം പിന്നീട് നിങ്ങൾ അംഗീകരിക്കുന്ന നബുവത്ത് കിട്ടി എന്ന് പറയുന്ന കാലം വരെ നിങ്ങൾ ആ നബിയുടെ നബുവത്തിന് നിഷേധിച്ചതല്ലേ? ഇത് ഇസ്ലാമിന് ശരിയാണോ? ഇതായി ഉള്ളവൻ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് ചോദിച്ചത്, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും, ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും, ഒരു മാസം പോകട്ടെ, ഒരു ദിവസം പോകട്ടെ, ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നബിയാണെന്ന് സ്ഥിരപ്പെട്ട ഒരു നബിയുടെ നബുവത്തിനെ ശേരിക്കുന്നത് ഇസ്ലാമിൽ അംഗീകൃതമാണോ? കുഫ്റല്ലേ? എന്തേ നിങ്ങൾക്ക് തിരുത്താൻ മനസ്സ് വരാത്തത്? യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി ഉസ്താദിന്റെ കോലം നോക്കൂ. ഈ ഉസ്താദിനെന്താ? അഹങ്കാരവും സത്യത്തോടുള്ള ധിക്കാരവും തന്നെ കാരണം. ഇയാൾ യാതൊന്നും തിരുത്തൂല, കാരണം അഹങ്കാരമാണ്, സത്യത്തോടുള്ള ധിക്കാരമാണ്. മാത്രമല്ല, മദ്രസ വിദ്യാർത്ഥികൾക്ക് അറിയുന്ന മസ്അലകൾ പോലും ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകപ്പെടുന്ന ഉന്നത ദീനീ കലാലയത്തിലെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതന് പിഴച്ചു പോവുമെന്ന് മാസികക്കാർ ഓർക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. പ്രസവരക്തം മൂലം നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുന്ന മസലയെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റു പറഞ്ഞു. അതിനെപ്പറ്റിയാണ് ഇവർ പിടികൂടിയിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, ഇയാൾ ഹൈലിന്റെ വൃത്തത്തിൽ നിന്നും മാറാതെ കിടന്നുരുളുക തന്നെയാണ് ഇപ്പോഴും. സ്വന്തം ഭാര്യയും മക്കളും മദ്രസ ബുക്കുകളിൽ പഠിച്ചത് ചോദിച്ചറിഞ്ഞാൽ തന്നെ ഇയാൾക്ക് ഇത്തരം അബദ്ധങ്ങൾ വരാനിടയില്ല. ദുർവാശിയായാൽ എന്ത് ചെയ്യാനാ? പിന്നെയും പറയുകയാണ് അവസാനം, അറബ് ഭാഷയിൽ പാവപ്പെട്ട മുസ്ലിയാരുട്ടികളെ പറ്റിക്കാൻ ഫിഖ്ഹു സുന്ന എന്ന പേരിൽ സുന്നത്തിൽ നിന്ന് നേരെ പിടിച്ചെടുത്ത ഗവേഷണ മതങ്ങൾ ഇയാൾ അടിച്ചിറക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു. ഇയാളെ പറ്റി പരിചയപ്പെടുത്തൽ മുജാഹിദ് മൗലവിമാർ എഴുതിയതല്ല, മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിലല്ല. ഈ നാട്ടിലെ ആളുകൾക്ക് പരിചയമില്ലേ? സംസ്ഥാനക്കാരുടെ മാസികയിൽ നിന്നാ വായിച്ചത്. ഇയാളുടെ ഈ നെല്ലിക്കുത്തിന്റെ കൂത്ത് ചെട്ടിയാറ് കൂത്തല്ല, നമ്പ്യാറ് കൂത്തല്ല. ഇയാളെ കൂത്ത് ദീന് കൊണ്ടുള്ള കൂത്താട്ടമാണ് കേട്ടോ. ഇത് പാവപ്പെട്ട ഞാൻ പറഞ്ഞതാണോ? അല്ല എന്നുള്ളതിന് തെളിവാണ്. ഞാൻ ആരോപണം പറഞ്ഞതല്ല എന്നുള്ളതിന് തെളിവാണ് ഈ വായിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ബുഖാരിയിൽ കൃത്യമായി വന്നിട്ട് പോലും യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തെളിവേരാ വേണ്ടത്. ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇനിയും പെടുത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിഷേധിക്കേണ്ടതില്ല. പക്ഷേ മൂപ്പരൊരു തട്ടിപ്പ് നടത്തി. എന്താണെന്നറിയോ? ആ വിഷയത്തെ വളരെ ലഘൂകരിച്ചിട്ട് മൂപ്പരൊരു ഉദാഹരണം പറയണം. അത് അത്രേ ഉള്ളൂന്ന്. അത് ഇത്രയേ ഉള്ളൂ. എത്രയാ? കേട്ടോളൂ. മൗലവി, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരാൾക്ക് ഒരു തർക്കം. എന്താ തർക്കം? ഹുസൈൻ സലഫി ഷാർജയെ പോയത് ബുലൂഗായതിന് ശേഷമാണോ അല്ല അതിന് മുമ്പാണോ? ബുലൂഗായതിന് മുമ്പാണോ ശേഷമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം സലഫിക്ക് ബുലൂഗായിട്ടില്ല എന്നാ? അയാൾ ഷാർജയെ പോയത് എപ്പോഴാണ്? ഇതല്ലേ ചർച്ച. എന്താ പറഞ്ഞിരുന്നറിയോ? ഇതിപ്പോ എത്രേ തർക്കമുള്ളൂ. നമ്മൾ മൂസാ നബിയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എത്രേ പ്രശ്നമുള്ളൂ? ഹുസൈൻ സലഫി ഷാർജയിലേക്ക് പോയത് ബുലൂഗ് ആയതിന്റെ മുമ്പാണോ ബുലൂഗ് ആയതിന്റെ ശേഷമാണോ എന്നൊരു തർക്കം. അങ്ങനെ തർക്കം ഉണ്ടായാൽ ഹുസൈൻ സലഫിക്ക് തീരെ ബുലൂഗായിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? പോയ സമയത്ത് ബുലൂഗായോ അല്ലേ നല്ല തർക്കം. ഇത്രയേ ഉള്ളൂ. ബുലൂഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ? പ്രായപൂർത്തി ആയിട്ടാണോ ഹുസൈൻ സലഫി ഷാർജി പോയത്, അതോ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പാണോ എന്നൊരു തർക്കം ഉണ്ടെങ്കിൽ അതിന് എത്രേ കിട്ടുള്ളൂ? ഹുസൈൻ സലഫിക്ക് പ്രായപൂർത്തി തന്നെ ആയിട്ടില്ല എന്നൊന്നുമില്ല. ആ പോയ സമയത്തെ തർക്കമുള്ളൂ. വളരെ ലഘൂകരിച്ചു. ഇത് ഹുസൈൻ സലഫിയുടെ ബുലൂഗും അല്ലാത്തതും അല്ല പ്രശ്നം, ദീന് കൊണ്ടുള്ള കൂത്താട്ടാണെന്നാ പറഞ്ഞത്. നിങ്ങൾ പ്രായപൂർത്തിയും ഹൈദരക്കുതവും പ്രസവരക്കുതവും ഒക്കെ നോക്കുന്ന ആൾക്കാരാന്നല്ലേ ഇപ്പൊ ഇതിൽ നിങ്ങളെ മാസികയിൽ പറഞ്ഞത് അല്ലേ? ഇത് പ്രായപൂർത്തി നോക്കണ കാര്യമല്ല, ഇത് ദീനിന്റെ കാര്യമാണ്. മനസ്സിലായില്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പോയത് നബിയായിട്ടാണ് എന്ന് കൃത്യമായിട്ടുണ്ടാവുമ്പോ പിന്നെന്താ തർക്കം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ തർക്കിക്കേ? അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ തർക്കിക്കേ?
എന്താണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ പറഞ്ഞതെങ്കിൽ പിന്നെ തർക്കിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് സ്വന്തമായി അഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ചർച്ചയിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നോ, ആ സമയത്ത് മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് ബുഖാരിയിൽ വന്ന ഈ തെളിവല്ലേ? റസൂലല്ലാഹ് എന്ന് വിളിച്ചത് തെളിവല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തമാക്കണം. യാതൊരു തെളിവില്ല എന്നിടത്താണ് നമ്മുടെ പിടുത്തം. യാതൊരു തെളിവില്ല. തെളിവാണ് ഈ കാണിച്ചത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താ? മുജാഹിദുകൾ പലിശന്റെ ആൾക്കാരാണ്. ഇപ്പോഴും പറയാണ്, അന്നേ വിശദീകരിച്ചു പലിശയുടെ ഗൗരവവും, പലിശ മുതൽ ഭക്ഷിക്കാൻ പാടില്ല എന്നും, പലിശയുടെ ഏറ്റവും താഴ്ന്ന ഇനം തന്നെയും വളരെ മോശപ്പെട്ട രൂപത്തിലാണ് അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് വിവരിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ അന്ന് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു, ഇവര് പലിശ വാങ്ങാൻ വേണ്ടി ബാങ്ക് സ്ഥാപിച്ചിട്ട് പലിശ വാങ്ങൽ ഹലാലാണ്, അങ്ങനെ പലിശ വാങ്ങാൻ വേണ്ടി ബുക്കിറക്കിയവരാണ് എന്ന്. ആ ബുക്കിലെ വാചകം വായിക്കാമോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. നിങ്ങൾ പറയുന്ന ആ ബുക്ക് പലിശ ഹലാലാക്കാൻ വേണ്ടി ഇറക്കിയ ബുക്കിലെ വരികളൊന്ന് വായിക്കാമോ എന്ന് ഞാൻ അന്ന് ആവർത്തിച്ച് ചോദിച്ചു. ആ ചോദിച്ച ഭാഗമെന്ന് കേട്ടോളൂ. എവിടെയാണ് മുജാഹിദുകൾ ഈ ഭയങ്കരമായ ഈ പലിശ അനുവദനീയമാക്കിക്കൊണ്ട് ബുക്കിറക്കിയത്? ആ ബുക്കൊന്ന് കാണിക്കുമോ നിങ്ങൾ? ആ ബുക്കിലെ പലിശ അനുവദിച്ചുകൊണ്ടുള്ള, പലിശയെ ഹലാലാക്കിക്കൊണ്ടുള്ള വരികളൊന്ന് വായിക്കുമോ നിങ്ങൾ? മൂപ്പർക്ക് വായിക്കാനായോ? ഇവര് പറഞ്ഞു, ഞാനത് പറഞ്ഞപ്പോ ഞാൻ പണ്ടേ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതേ വായിച്ചു? മൊയ്തു മൗലവി സ്മരണിക്കാനോ? നിങ്ങൾ പറഞ്ഞ എന്താണ്? ബുക്ക് ഇറക്കിയെന്നല്ലേ? ആ ബുക്ക് എന്ന് വായിക്കുന്ന പറഞ്ഞത്. നിങ്ങൾ ഏതാ വായിക്കാൻ പോകുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സുന്നി വോയിസും വായിച്ചിട്ടന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. സുന്നി വോയിസിൽ എന്താ നിങ്ങൾ വായിക്കാൻ എഴുതിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. അടുത്ത പ്രസംഗത്തിൽ വായിച്ചോളൂ ഏതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വരി. അപ്പോൾ നമുക്കതിന്റെ മറുപടിയും കാണാം ഇൻഷാ അല്ലാഹ്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ പറഞ്ഞ് ഇവര് ആകെ എടുത്ത് പൊക്കുന്നത് എന്താണെന്നറിയോ? കേരളത്തിൽ കോഴിക്കോട് കാരപ്പറമ്പ് മഹല്ലിൽ ഇങ്ങനെ പലിശ വാങ്ങിയിരിക്കുന്നു. ബാങ്കിൽ സക്കാത്തിന്റെ പൈസയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് മൗലൈമാർക്ക് സക്കാത്ത് പിടുങ്ങാൻ വേണ്ടിയിട്ട് മൗലൈമാര് പലിശ വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് സക്കാത്ത് കൊടുത്തവരെ സക്കാത്തൊക്കെ കൂടി ബാങ്കിൽ ലക്ഷക്കണക്കിന് കൊണ്ടുപോയിട്ടിട്ട് അവരെന്ത് ചെയ്തിരിക്കുന്നു? പലിശ വാങ്ങിയിരിക്കുന്നു. എത്ര? 900 റുപ്യ. എത്രയോ ലക്ഷങ്ങൾ കൊല്ലങ്ങളോളം ഇട്ടിട്ടേ 936 റുപ്യ പലിശ. പോകട്ടെ, പലിശ കുറഞ്ഞായാലും കൂടുതലായാലും ഒക്കെ തെറ്റന്നെയാണ്. ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഏതാളുകൾക്കും അറിയാം. എന്ത്? പൊതു ഫണ്ട് വീട്ടിൽ വെക്കൂല, സെക്രട്ടറി കൈകാര്യം ചെയ്യൂല, പ്രസിഡന്റ് കൈകാര്യം ചെയ്യൂല. പൊതു ഫണ്ട് ഒരു പൊതു ബാങ്കിൽ നിക്ഷേപിക്കും. സറാജുലുദക്ക് ഫണ്ടില്ലേ ബാങ്കിൽ? കാരന്തൂർ മർക്കസിന് ഫണ്ടില്ലേ ബാങ്കിൽ? വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കാരന്തൂർ മർക്കസിലെ ഫണ്ട് എവിടെ വെക്കുന്നത്? നിങ്ങൾ ബാങ്കിൽ വെക്കലില്ലേ? ബാങ്കിൽ വെച്ചാൽ അതിന് പലിശ വരെ എഴുതൂലേ? ഈ സാധുക്കൾ, ഈ കാരപ്പറമ്പിലെ ആളുകൾ അവരത് പലിശ എന്ന് എഴുതി അവരുടെ ആത്മാർത്ഥതയുണ്ട്. ഇത്ര കയ്യിലിങ്ങനെ പലിശ വകുപ്പിലുണ്ട്, അതെന്താ ചെയ്യേണ്ടതെന്ന് അവർ തിന്നൊന്നുമല്ല. എങ്ങനെയാ അത് വിനിയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുകയും അതിന് അനുവദിക്കപ്പെട്ട മാർഗം എന്താണെന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്യാണ് അവർ ചെയ്തത്. അതല്ലാതെ പലിശ വാങ്ങിയിട്ട് അവർ മൗലൈമാര് പോക്കറ്റിലിട്ട് തിന്നതൊന്നുമല്ല. കണക്കുള്ളതുള്ളതുപോലെ പറഞ്ഞു അല്ലേ? ഇവരുടെ തന്നെ ചരിത്രത്തിൽ കാണാൻ അവർ ചെയ്യാറില്ലേ? നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കേട്ടോളൂ. 1978 മെയ് 20 നുസ്രത്തുൽ അനാം മാസികയിൽ കാണാം, സദഖത്തുള്ള മൗലവി എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ കാണാം. എന്ത്? ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന്റെ പലിശ ബാങ്ക് സംഭാവന എന്ന പേരിൽ കൈപ്പറ്റി. സമസ്തക്കാര് ബുക്ക് അടിച്ചിറക്കിയിട്ട് ആ പുസ്തക കച്ചവടം നടത്തിയിട്ട് കിട്ടിയ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് പലിശ വാങ്ങി. എന്നിട്ടോ സംഭാവന, ബാങ്കേര് സംഭാവന കൊടുത്താണല്ലോ. പറയിപ്പിക്കണ്ട, മാന്തിപ്പിക്കണ്ട കേട്ടോ. നിങ്ങൾക്കത് പറയാൻ എന്താ അവകാശം? കാരപ്പറമ്പിൽ എന്താ സംഭവിച്ചത് എന്നും അത് സംബന്ധമായ വിശദമായ വിവരങ്ങൾ ബഹുമാന്യനായ സക്കരിയ സലാഹി ഇരുമ്പുഴിയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ സീഡ് നിങ്ങളത് വാങ്ങി കേട്ടാൽ മതി. ആ വിഷയത്തെ സംബന്ധിച്ച് വിശദമായ മറുപടി അവിടെ നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾ ആ വഴി പിന്നെ പോയില്ലല്ലോ. 5 മാസവും 10 മാസവും കഴിഞ്ഞിട്ട് പോകുന്നില്ല. എന്തേ? നേരത്തെ പറഞ്ഞതിന് കാരണം നിങ്ങൾ നോക്കൂ, ഇവർക്കത് പറയാൻ അർഹതയുണ്ടോ? സിറാജിലൊരു പരസ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര്, പലിശനെ പറ്റിയിട്ടൊരു പരസ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറയുന്നത് അത് പലിശ കുറക്കാനുള്ള പരസ്യമല്ലേ? പലിശ നിങ്ങൾ നികുതി ഇത്ര ഡേറ്റിനുള്ളിൽ അടച്ചാൽ പലിശയിൽ ഇത്ര ശതമാനം ഇളവ് എന്നാണ്. അപ്പൊ പലിശന്റെ കാര്യത്തിൽ ഇളവ് കിട്ടാനല്ലേ സിറാജ് ചെയ്തത്? അത് ശരി, ചെറിയ പലിശ അനുവദനീയാണാ?
എന്തൊക്കെയാ ഈ പറയണം? പിന്നെ പറയണം അത് കേരള സർക്കാരിന്റെ പരസ്യമല്ലേ? അത് ശരി, കേരള സർക്കാരിന്റെ പരസ്യമായ അനുവദനീയാണ്. മാത്രമല്ല, നിങ്ങൾ സിറാജിൽ എന്താ പഠിപ്പിക്കുന്നത്? സിറാജിൽ ഒരു അറിവ് പഠിപ്പിക്കുന്ന ഒരു കോളുണ്ട്. അറിവ് പഠിപ്പിക്കുന്നിടത്ത് ബാങ്കിന്റെ ഒരു മസല നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ മസല എന്നറിയോ? വണ്ടിച്ചെക്ക് ഒരാൾ തന്നാൽ നമ്മൾ എങ്ങനെ അയാൾക്ക് കേസ് കൊടുക്കേണ്ടി വരും? ഒരാൾ നമുക്ക് ചെക്ക് ബാങ്കിൽ പോയി മടങ്ങാ വണ്ടിച്ചക്കാ, എന്താ വേണ്ടത്? അതിന് പറയണേ എന്താ വേണ്ടതെന്നറിയോ? പഠിപ്പിച്ചു കൊടുക്കണം. തുകയും പലിശയും 15 ദിവസത്തിനകം തന്ന് ചെക്ക് തിരികെ കൈപ്പറ്റാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ച് നോട്ടീസ് നൽകുകയും ചെയ്യേണ്ടതാണ്. നോട്ടീസിലെ നിശ്ചിത കാലാവധിക്കുള്ളിൽ പണത്തിന്റെ ഇടപാട് തീർക്കാത്ത പക്ഷം കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. കോടതിയിൽ കേസ് കൊടുക്കണം. നിങ്ങൾ എ പി അബ്ദുൽ ഖാദർ മൗലവി കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? പലിശ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങളെ കോളത്തിൽ സിറാജിലായിടിയത് വണ്ടിച്ചെക്ക് വന്നാൽ ശതമാനം പലിശയും കൂടി ചോദിക്കണം. തരുന്നില്ലെങ്കിൽ, പറഞ്ഞ ഡേറ്റിന് പണം തരില്ലെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കണം. നിങ്ങളാ ഞങ്ങളെക്കുറിച്ച് പലിശന്റെ ആളുകൾ ഇത് പറയുന്നത്? നിങ്ങൾക്ക് എന്താ അത് പറയാൻ അവകാശമുള്ളത്? നിങ്ങൾക്ക് എന്താ അത് പറയാൻ അർഹതയുള്ളത്? കുളിച്ചിട്ടല്ലേ നിൽക്കുന്നത്? നിങ്ങൾ പലിശയിൽ മുങ്ങിക്കുളിച്ച് ആകെ കൂടി ബേജാറായിട്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അപ്പോ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ നമ്മൾ മുമ്പതൊക്കെ വായിച്ചതാണ് സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ വായിപ്പിക്കണ്ട. എന്താണെന്നറിയോ? വിഘടിത വട്ടിപ്പലിശ എത്ര കോടിക്കണക്കിന് രൂപയുടെ വട്ടിപ്പലിശയുടെ കണക്ക് പുസ്തകത്തിൽ കാണുന്ന പേരുകളും നമ്പറുകളും സൂചിപ്പിക്കുന്നത് കോട്ടക്കൽ പഞ്ചായത്തിലെ ഠാവട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ചങ്ങലക്കണ്ണികൾ എന്നതാണ്. ഇന്ത്യനൂർ, കൂരിയാട്ട്, ചാപ്പനങ്ങാടി, കോഴിക്കോട് മാവൂർ റോഡ്, കോണോമ്പാറ, ചെമ്മാട് എന്നിങ്ങനെ വിശാലമായി കിടക്കുന്നതാണ് ഈ ശപിക്കപ്പെട്ട പലിശയുടെ കണ്ണികൾ. സുന്നത്ത് ജമാഅത്തിന്റെ വീറും വാശിയും പറഞ്ഞ് സുന്നി എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം നിന്നന്തരംഗം എന്ന് പാടി വയലാറിനെ പോലും പിന്നിലാക്കുന്ന വിഘടിത പാളയത്തിലെ കണ്ണികളാണ് ഇതിന്റെ പിന്നിൽ എന്നറിയുമ്പോഴാണ് കണ്ണിയെത്തുന്ന ആരിഫിന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും കാഠിന്യമോ എന്ന് തോന്നിപ്പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഇതെവിടെയൊക്കെ ഇത് ചെന്നെത്തുന്നു എന്ന് വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ ആരൊക്കെ കണ്ണികളാണ് എന്നതും അതിൽ തന്നെ വിശദമായി പറയുന്നുണ്ട്. ഇനിയൊക്കെ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോളൂ. നിങ്ങളുടെ ആരാണ് പലിശ വാങ്ങുന്നത് എന്ന്, ആരാണ് ജൂദായിസത്തിന്റെ വക്താവ് എന്ന് നിങ്ങളുടെ കക്ഷിയിലെ നിങ്ങൾ സുന്നികളല്ലേ? നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഞങ്ങളൊക്കെ ഒന്നാണ്, ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ടൊരു വ്യത്യാസമില്ല എന്ന് നിങ്ങൾ എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടില്ലേ? അതാ നിങ്ങളുടെ കക്ഷികളിൽപ്പെട്ട ഒരാൾ പറയുന്നു. അതാ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ വിശദീകരിക്കുന്നു ആ കാര്യം. ഇപ്പൊ നിങ്ങൾ പരസ്യമായി പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും എന്താ? കുറ്റ്യാടിപ്പള്ളിയിൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പണ്ഡിത വേഷം ധരിച്ച ഒരു മാന്യദേഹം പറഞ്ഞെന്താ? സ്വന്തം സ്ഥാപനം പലിശക്ക് പണയം വെച്ചിട്ട് കമാലിയ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടി സമുദായം അംഗീകരിക്കാത്ത പ്രവർത്തനം ചെയ്തപ്പോ സമുദായത്തിൽ നിന്ന് മോശമായ ഇമേജ് വരുന്നു കണ്ടപ്പോ, സമൂഹം എതിർക്കുന്നു കണ്ടപ്പോ പരസ്യമായി പള്ളിയിൽ ആളുകളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പണയം വെച്ചിട്ടുണ്ട്, പിന്നെന്താ ഞങ്ങൾക്ക് സ്ഥാപനം പണയം വെച്ചുകൂടെ? തെക്കുപീര് ചൊല്ലി കുട്ടികൾ പാസാക്കി. റസൂലിന്റെ പണയം വെച്ചു എന്നാ പറഞ്ഞു. റസൂലിന്റെ പണയം വെച്ച് പലിശ പണയം വെച്ചിട്ട് അതിന് ഗോതമ്പിന്റെ പൊടി റസൂലുള്ള വാങ്ങിയതിന് തുല്യമാക്കുന്ന ഏർപ്പാട് തനി ജൂദായിസമാണ്. അള്ളാഹിന്റെ പരിശുദ്ധ പ്രവാചകരുടെ പേര് കള്ളത്തരം പ്രചരിപ്പിക്കുക. അത് പണയം വെച്ചിട്ടേ ഉള്ളൂ, അത് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. എന്താണ് പണയം വെക്കാന്ന് പറഞ്ഞാൽ, ഈ കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ മുത്താലിമ്യങ്ങളില്ലേ, ചെറുപ്പകാലത്ത് കിതാബ് ഓതി പഠിക്കുന്ന കൊച്ചുകുട്ടികളെ പോലും പഠിക്കുമ്പോൾ ഷർത്തുൽ മർഹൂനി അയ്യകൂന ഐനൻ യജൂസു ബൈഉഹാ, പണയം വെക്കുന്ന സാധനം വിൽക്കൽ ജായിസായ സാധനമേ പറ്റൂ. കോഴിക്കോട്ടങ്ങാടിയിൽ പള്ളിയടക്കം വഖഫ് ചെയ്ത സ്വത്ത് ഇയാൾക്ക് വിൽക്കാൻ ആരാ അവകാശം കൊടുത്തത്? വിൽക്കാൻ അവകാശമുള്ള സാധനമാണെങ്കിൽ തന്നെ വഖഫ് സ്വത്താണെങ്കിൽ തീരെ പറ്റില്ലല്ലോ. മാത്രമല്ല റഹിനെ ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞാൽ എന്താ? പണയം വെക്കാന്ന് പറഞ്ഞാൽ എന്താ? പണയം വെക്കാന്ന് പറഞ്ഞാൽ സകല ഫിഖിന്റെ കിതാബ് എന്ന് പറയുന്നത് ഫായിദത്തുർ റഹ്ൻ, പണയം വെക്കുക എന്നതിന്റെ അതിന്റെ ഫായിദ, അതിന്റെ പ്രയോജനം, അതിന്റെ ആവശ്യം. എന്തിനാ പണയം? അതിന്റെ ഉദ്ദേശം തന്നെ ബൈഉൽ ഐൻ ഇൻദൽ ഹാജത്തി ഇലാ വഫാഇൽ ഹഖ്, ഈ ഹക്ക് വീട്ടാൻ കഴിയാതെ വരുമ്പോൾ വിൽക്കാനാണ് പണയം. ബാങ്കിൽ വെച്ച ഈട് ഇവർക്ക് ഈ കോടികൾ വീട്ടാൻ കഴിയാഞ്ഞാൽ ബാങ്ക് വിൽക്കും. അത് വളരെ വ്യക്തമല്ലേ?
ഫതുഹുൽ മുഈൻ മുതലുള്ള മേലോട്ടുള്ള സകല കിതാബിലും പറഞ്ഞു, പണയമെന്ന് പറഞ്ഞാൽ വഹുവ ജായിലു ഐനിൻ യജൂസു ബൈഉഹാ വഫീഖതൻ ബിദൈനിൻ യുസ്തൗഫാ മിൻഹാ ഇൻദ തഅദ്ദുരി വഫാഇഹി. വീട്ടാൻ പ്രയാസപ്പെടുമ്പോൾ വിൽക്കാൻ പറ്റുന്ന സാധനം ഒരു പകരമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാട്. എന്നിട്ട് പള്ളിയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി പരിശുദ്ധ റമദാനിൽ പറയുന്നു, അള്ളാന്റെ റസൂല് പടയെങ്കിൽ പണയം വെച്ച പോലെയാണെന്ന്. അള്ളാന്റെ റസൂല് പണയം വെച്ച പണയെങ്കിൽ റസൂലുള്ളാഹിന്റെ വിൽക്കപ്പെട്ടതാ, വിൽക്കാം, വെറുതെ കൊടുക്കാം, ആവശ്യം റസൂലുള്ളാഹി തീരുമാനിക്കും. ഈ സ്ഥാപനം നിങ്ങൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു തന്നിട്ടുണ്ടോ? സമുദായത്തിന്റെ മടിശ്ശേരിയിലെ പണം കരഞ്ഞു പിരിച്ചിട്ട് ഈ വിധം തമ്മാടിത്തം കാണിക്കാൻ പാടുണ്ടോ? തെറ്റ് ചെയ്തിട്ട് പിന്നെ ന്യായീകരിച്ച് ചൂടായിസല്ലേ? എന്തിനു വൃത്തികേട് ചെയ്യാന്നിട്ട് ജനങ്ങൾ പിന്നെ ന്യായീകരിക്കാം. എന്നിട്ട് പറയാം പലിശ വാങ്ങുന്നത് നെറൂവത്തിന്റെ ഘട്ടത്തിൽ അനുവദനീയമാണ്. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമിങ്ങളെ കൂട്ടും. അടുക്കട്ടെ, ഇയാൾക്ക് തുല്യനായ ഒരാൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാമി ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞു, ഒറ്റയാള് മാത്രമേ. ഞാൻ പിന്നെ അത് പറഞ്ഞാല് മറ്റേ സമുദായത്തിന് ചില ബുദ്ധിമുട്ടുണ്ടാവുന്ന കൂടുതൽ വായിക്കുന്നതിനോട് ഇരിക്കട്ടെ. ഇനിയിപ്പോ പറയാൻ സമയം ഉണ്ടാവില്ല, വളരെ പരിമിതമായ സമയമാണ് നമ്മൾ മുന്നിലുള്ളത്. എന്തിനാണ് ഒരു തെറ്റ് ചെയ്തിട്ട് പിന്നെ ഈ വിധം ജനങ്ങളെ കൂട്ടുപിടിച്ചിട്ട് കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഇമാമിങ്ങളെ കൂട്ടുപിടിച്ച് ന്യായീകരിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാത്ത നെറൂവത്തിന്റെ ഘട്ടം ഏതാണെന്നറിയാം? ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ആകെ വസതാ പോവാൻ. യാതൊരു ചികിത്സാ സംവിധാനം ഒന്നും അവിടെ ചെയ്തില്ല. നെറൂവത്തിന്റെ ഘട്ട നിർബന്ധം തുടങ്ങാൻ വരെ മാത്രം അന്നെ അയച്ചതാണ്. ആ രീതിയിൽ പറഞ്ഞ് എരപ്പാക്കാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അവസരം വരുന്നുണ്ട് കേട്ടോ. ഇതാർക്കും മറുപടി കൊടുത്താന്നറിയോ? 5 കോടി രൂപക്ക് മർക്കസ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പണയം വെച്ചപ്പോ പേരോട് കുറ്റ്യാടിപ്പള്ളിയിൽ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അള്ളാടെ റസൂല് പടയെങ്കിൽ പണയം വെച്ചിട്ടില്ലേ എന്ന്. എനിക്ക് കൊടുത്ത മറുപടി അത് കൊടുക്ക് പോയിട്ട് മറുപടി അവിടെ കേട്ടോ. നിങ്ങളാ ഞങ്ങളോട് 933 ഉറുപ്പിയുടെ പലിശന്റെ കണക്ക് പറയുന്നത്, അതും ഞങ്ങൾ വാങ്ങിത്തന്നോ? നിങ്ങൾ എത്രയാണ്, നിങ്ങളുടെ എത്ര കോടിയും അതിന്റെ എത്ര ലക്ഷമൊക്കെ എന്നുള്ള കണക്ക് ഞാൻ പറയണ്ട, ഹസൻ സഖാഫി പറയട്ടെ, നിങ്ങളെ കൂട്ടത്തിലുള്ള സഖാഫി തന്നെ പറയട്ടെ എത്രയാണ് കണക്ക്. കോഴിക്കോട് ടൗണിൽ സ്ഥാപിച്ച ഒരു ബിൽഡിംഗ്, ആ ബിൽഡിംഗ് അവർ പണയപ്പെടുത്തി സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് പണയപ്പെടുത്തിയത്. ഇങ്ങനെ പണയപ്പെടുത്തി എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? അതേ സമയത്ത് ഇത് പണയപ്പെടുത്തി എന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് AP അബൂബക്കർ മൗലവി തന്നെയാണ്. അയാൾ തന്നെയാണ് പറഞ്ഞത് പണയപ്പെടുത്തി എന്ന് പറഞ്ഞത്. എന്നാൽ ഇയാള് കളവ് പറയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇടക്ക് വന്ന് കയറിയ ഒരു ഉദാഹരണം ഇതാ. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോലത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ? നോക്കോ, എന്താ പറയുന്നത്? ഹെഡിങ് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് പറഞ്ഞ വാക്കുകള് ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണ്. ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ലെറ്റർ പേഡ്. ഈ ലെറ്റർ പേഡിൽ എന്താ കാണുന്നത്? ഞാൻ വായിക്കാം. മർക്കസു സഖാഫത്തി സുന്നിയ, PO കാരന്തൂർ 673571 കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ ലെറ്റർ പേഡിൽ ദ ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കോഴിക്കോട് സാർ, പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരെ പേരിലാണ് നോക്കണം? ലോകത്ത് ഇക്കണ്ട മുഫസ്സിരീങ്ങളൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്. ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ട ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി AP അബൂബക്കർ മുസ്ലിയാരെ അധികാരപ്പെടുത്തുകയും ചെയ്തു. യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോയാൽ കാണാം.
ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഗ്യാരണ്ടി പേപ്പറെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാളെപ്പോഴുള്ള സംശയമുണ്ട്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ? ആ പലിശ ഞാൻ കാണിച്ചതാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണിത്. ആ റെസീപ്റ്റിൽ എഴുതിയത് എന്താ? ഞാൻ വായിച്ചു തരാം. 18/1/2002 മുതൽ 10/12/2002 വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ 5 കോടി രൂപയുണ്ടല്ലോ, ഈ ലോണ് നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 42,93,876 രൂപ എഴുതി കൊടുത്തിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ അല്ല ഇയാള് കളവ് പറയുന്ന ആളാന്ന് പറഞ്ഞത്, പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് അല്ലാഹുവിന്റെ ദീനാണോ? ഇത് അല്ലാഹുവിന്റെ ദീനാണോ? നേരത്തെ നിങ്ങളൊക്കെ കണ്ടതാണിത്. ഇതേതാ? മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് വല്ലാത്ത ആദരവ് കൊടുത്തു. മാതൃഭൂമി സപ്ലിമെന്റ് അഥവാ മാതൃഭൂമി ലേഖകൻ എഴുതിയതല്ല, സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് വിലക്കെടുത്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഫോട്ടോ, ആവശ്യമുള്ള വാക്കുകൾ ഇവർ എഴുതി ചേർത്തത്. അതിലെന്താ ഉള്ളത്? മർക്കസിന്റെ 23ാം വാർഷിക സമ്മേളനം നടക്കുമ്പോ 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ കാഴ്ചവെച്ചു എന്നും അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോളം തുല്യനായ ഒരു മനുഷ്യൻ ഇന്നുണ്ടെങ്കിൽ, അതിന് ഭാഗ്യവാനായ ഒരാളുണ്ടെങ്കിൽ അത് AP തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രവാചക തുല്യനാക്കിയിട്ട് ഇയാളെ പരിചയപ്പെടുത്തി അല്ലേ? ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ മതത്തിനെതിൽ ഇയാൾ വല്ലതും ചെയ്താൽ അത് പ്രവാചകർ ചെയ്തതിന് തുല്യമാണ് എന്ന് വരുത്തും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തിയത് മാളയിലെ ഈ കമാലിയ മെഡിക്കൽ ട്രസ്റ്റിന് വേണ്ടി ഇവർ പണയപ്പെടുത്തി 5 കോടി രൂപ ലോൺ എടുത്തു. ഇത് തെറ്റല്ലേ, ഹറാമല്ലേ എന്ന് ചോദിച്ചപ്പോ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറ്റ്യാടി ഭാഗത്ത് കോളേജ് നടത്തുന്ന പേരോട്ടുകാരൻ മൗലവി പരസ്യമായിട്ട് പറഞ്ഞു. ദുബൈയിലെ ഷെർവാനി പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചു. വേറെയും അവരുടെ കേസറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്. അതിലൊക്കെ എന്താ പ്രസംഗിച്ചത്? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അവിടുത്തെ പടയെങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പണയപ്പെടുത്തിയത് വലിയ തെറ്റാണ് എന്ന് ധരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള പടയെങ്കിൽ പണയപ്പെടുത്തിയ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണോ? അത് പലിശക്കാണോ? 5 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടോ? 5 കാശ് ലോൺ എടുത്തിട്ടുണ്ടോ? അതിന്റെ പേരിൽ പലിശക്ക്. അപ്പൊ പ്രവാചക തുല്യനായി ഇയാളെ പരിചയപ്പെടുത്തിയിട്ട് ഇയാൾ ചെയ്ത തമ്മാടിത്തം നബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുക. മനസ്സിലായില്ലേ? വളരെ വിശദീകരണമൊന്നും ഇനി ആവശ്യമില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്, ഓരോ അവസരത്തിലും ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇനിയും ഇങ്ങനെ ഓരോന്ന് പുതിയത് കിട്ടുമ്പോൾ ഇനിയുണ്ട് നമ്മളെ കയ്യിൽ. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നീട് ഇനിയും കാണിക്കാം. ഇനി സഹോദരന്മാരെ, ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പ് നിങ്ങൾക്ക് കേൾക്കണോ? എന്താ തട്ടിപ്പ് എന്നറിയോ? നമ്മളിവിടെ എല്ലാ പ്രസംഗത്തിലും കഴിഞ്ഞ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞിരുന്നു, ആണ്ട് നേർച്ചയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, സാധാരണ എല്ലാ ആളുകൾക്കും അത് അറിയാം, അവർ കേട്ടിട്ടുള്ളതാണ്. മക്കയിൽ ആണ്ട് നേർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ ക്ലിപ്പുകളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഇവർ പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആണ്ട് നേർച്ചയാണ്. ഇപ്പം എല്ലാവരും ആണ്ട് നേർച്ചക്ക് പൊയ്ക്കാണ്. ഇപ്പോൾ ഹജ്ജിൻ്റെ സമയം, ഹജ്ജ് കഴിഞ്ഞപ്പോൾ ഒക്കെ മടങ്ങണുള്ളൂ. പിന്നെ കൊടികുത്ത് നേർച്ച ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിനായിൽ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്ത്? ഇതിങ്ങനെ കേൾക്കുന്ന ഒരു മനുഷ്യൻ, ഈ പ്രസംഗം മാത്രം കേട്ട ഒരാൾ മക്കത്ത് ചെല്ലുമ്പോൾ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലെന്താ? ഞാൻ ഇപ്പോൾ ആണ്ട് നേർച്ചയില്ല. കാരണം ഈ സ്ക്രീനിൽ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞിട്ട് കാണിച്ചതെന്താ? കഅബ തവാഫ് ചെയ്യണ ചിത്രം. മിനായിലെത്തുമ്പോൾ കുറേ കൊടികൾ ഇങ്ങനെ പാറിക്കളിക്കുന്ന കാണുമ്പോൾ വമ്പം കൊടികുത്ത് തന്നെയാണല്ലോ, മമ്പർത്തും ഇവിടെയൊക്കെ പോയാൽ ഒരു കളറിലുള്ളൂ, ഇവിടെ എന്താ പല കളറിലാണല്ലോ എന്ന് വിചാരിക്കുന്ന കോലത്തിൽ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, കൂട്ടരെ ഇതൊന്നുമല്ല, ഇത് ആണ്ട് നേർച്ച എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. തിരിയാത്ത ആൾക്കാരൊന്നുമല്ല, നിങ്ങൾ എന്തിനാ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഹജ്ജ് ആണ്ട് നേർച്ചയൊന്നും അല്ല.
മിനായിലെ കൊടികുത്തു നേർച്ചയല്ല. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ മൂപ്പര് അവസാനം ഗതിമുട്ടിയിട്ട് എന്താ പറയുന്നത്? അതിനെപ്പറ്റി പറയുമ്പോ നമ്മൾ ഒരേ സീനുകളൊക്കെ കാണിച്ചു. എന്താ ഞങ്ങൾ ഉദ്ദേശിച്ച ആണ്ട് നേർച്ച? അങ്ങനെ കൊണ്ടോട്ടി നേർച്ചയും പട്ടാമ്പി നേർച്ചയും പല നേർച്ചകളും കാണിച്ചു. അങ്ങനെ കാണിച്ചപ്പോ അയാൾ വന്ന് നിഷേധിക്കാൻ തുടങ്ങിയൊക്കെ ഞാൻ എതിർക്കണതാണ്, ഞാൻ അംഗീകരിക്കില്ല, മുട്ടും വിളിയൊന്നും ഞാൻ അനുവദിക്കുന്നില്ല, ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ചുരുക്കി പറയാണ്, ആവർത്തനം വേണ്ടാച്ചിട്ടാ. അപ്പൊ നമ്മൾ എന്തു ചെയ്തു? ആ അവസരത്തിൽ ഇവരുടെ AP അബൂബക്കർ മുസ്ലിയാരി അവതാരിക എഴുതിയ ശാലിയാത്തിയുടെ ഫത്വയാണ് വായിച്ചു കൊടുത്തു. ശാലിയാത്തിയുടെ ഫത്വ വായിച്ചു കൊടുത്തു. മത്തോട്ടം മുഹമ്മദ് പോയ ആ ബുക്ക് അതിന്റെ വിവാദമൊക്കെ ഇവിടെ കഴിഞ്ഞതാ. മൂപ്പര് പറഞ്ഞു അത് AP അബൂബക്കർ, എത്ര AP അബൂബക്കർ ഉണ്ടാവുന്നു, എത്ര AP അബൂബക്കർ മുസ്ലിയാരുണ്ടാവും, എത്ര AP ഉണ്ട് എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു നിങ്ങളെ AP തന്നെയാണ് സ്ഥാപിച്ചു കൊടുത്തു. സ്ഥാപിച്ചു കൊടുത്തപ്പോ പിന്നെയും മൂപ്പര് വന്നിട്ട് പറയാണ്, അപ്പോഴും പറയാണ് ഏയ് ഞാൻ അംഗീകരിക്കുന്നില്ല, ഈ പാവപ്പെട്ട ഞാൻ കൊണ്ടോട്ടി പ്രസംഗിച്ചിട്ടുണ്ട്, മമ്പുറത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, പുത്തമ്പള്ളി പ്രസംഗിച്ചിട്ടുണ്ട്, ചെണ്ട മുട്ടുന്ന അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് അതിനെ ശക്തമായിട്ട് ഇങ്ങനെ എതിർത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു എന്നാ മുസ്ലിയാരെ നിങ്ങളുടെ സുന്നി വോയിസിലും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എന്താണ് എഴുതിയത്? കൃത്യമായി തന്നെ കേട്ടോളൂ. ഏത് ചെണ്ടയെ സംബന്ധിച്ചും ചെണ്ടമുട്ടിനെ സംബന്ധിച്ച് എഴുതി, കൂബത്ത് തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫിഈ ഇമാമും നവവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിന്റെ ശറഹായ തുഹ്ഫ, നിഹായ, മുഗ്നി, സിറാജുൽ ഹാജ് തുടങ്ങിയവരും പറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് തുടി അല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലെന്നാണ് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തുടിയുള്ള മുട്ടാൻ പാടില്ലാത്ത ദുടിയാണ്. ദുടി എന്ന് പറഞ്ഞാലോ നടുകുടുങ്ങിയതിന് മാത്രമേ തകരാറുള്ളൂ. മറ്റേ പുസ്തകം മുട്ടുംവിളി ഈ നടുകുടുങ്ങിയതിന്റെ മാത്രമാണ്. നടുകുടുങ്ങിയാൽ എന്താ? നടുവൊങ്ങി തല രണ്ടും വിരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മഹല്ലലിൻ കചണ്ടാവറുഷും ഒറ്റ ആലാത്തി ലർബത്തി കദഫി മലൈബാരിൻ വഗൈരിൻ ബിഅറവന ഹലാലുൻ ലാ ഹറാമുൻ ലിസുംഅതി എന്നിങ്ങനെ പറഞ്ഞു. അതിന്റെ അർത്ഥവും എന്ന് വിശദീകരിച്ചു. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. അതൊക്കെയും പറഞ്ഞപ്പോഴും ആ രൂപത്തിൽ നിങ്ങളുടെ ഫത്വയുണ്ട്, ശാലിയാത്തിയെ നിങ്ങൾക്ക് തള്ളാൻ കഴിയുമോ? ആവർത്തിച്ച് ചോദിച്ചു. മുസ്ലിയാർ പിന്നെയും പഴയ വല്ലവി തന്നെ പറയുന്നു. ഞാനെന്ന് പറഞ്ഞിരുന്നു ഈ പാട്ട് പാടിയ ആള് ഇബ്രാഹിം മഖ്ദൂമിന്റെ ഗാനമാണ്, പാട്ടാണ് നിങ്ങളെ കേൾപ്പിച്ചത് എന്ന്. അതേപോലെ തന്നെ മമ്പുറത്തെ തങ്ങളുടെ കൊടി, മഴ പെയ്യാൻ വേണ്ടി കൊടിയെടുക്കാൻ വേണ്ടി മമ്പുറത്തേക്ക് പോകുമ്പോ ആ കൊടി കിട്ടണമെങ്കിൽ പോലും മുട്ടുംവിളിയുമായി ചെന്നവർക്കേ കൊടി കൊടുക്കാറുള്ളൂ. മമ്പുറം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാം നമ്മൾ തെളിവുകൾ അങ്ങ് വായിച്ചപ്പോ പേരോട് ആകെ കൂടി എന്താ ചിന്തിച്ചതെന്നോ, ഇനിയിപ്പോ ഒന്ന് തെരഞ്ഞു നോക്കുക തന്നെ. മുജാഹിദുകളുടെ വല്ല നേർച്ചയും കിട്ടാനുണ്ടോ? മുജാഹിദുകളുടെ വല്ല ആണ്ടും കിട്ടാനുണ്ടോ? മുജാഹിദുകളുടെ വല്ലതും കിട്ടാനുണ്ടോ? തെരഞ്ഞു അവസാനം കയ്യിലൊന്ന് കിട്ടി. ആരാ കൊടുത്തത്? അപ്പുറത്തെ മുജാഹിദ്. എന്താ കൊടുത്തത്? കോഴിക്കോട് ജില്ലയിൽ മേപ്പയ്യൂരിൽ ഒരു സ്കൂളിന്റെ വാർഷികത്തിൽ നടന്ന ഒരു വാർഷികാഘോഷത്തിന്റെ ഘോഷയാത്രയും സ്റ്റേജ് പരിപാടികളും. ഒരു സ്കൂളിന്റെ വാർഷികമാണ്. അതാണ് മൂപ്പർ ഇവിടെ കൊണ്ടുവന്നിട്ട് കിട്ടിപ്പോയി മൗലവിമാരെ, ഇതാ നിങ്ങൾക്കുമുണ്ട് അശ്റഖൽ ബദ്റു അലൈന എന്ന് ഞങ്ങൾ ചൊല്ലുന്നതിന് പകരം നിങ്ങൾ അശ്റഖ ചൊല്ലിയിട്ട് പോണത് കണ്ടോളി എന്ന് പറഞ്ഞിട്ട് മൂപ്പർ ആദ്യം ഇടുന്നുണ്ട്. ഇവിടേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോ ഈ സംഗതി ആർക്കാത് കൊണ്ടുപോയി കൊടുത്തത്? ഈ സംഗതി മൂപ്പർക്ക് കിട്ടിയത് എവിടുന്നാണ്? അയാള് തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്തിനാണെന്നോ, മുജാഹിദുകൾ ഇതിന് ഉത്തരവാദികളല്ല. ഒരൊറ്റ മുജാഹിദും അത് ചെയ്യാനും പാടില്ല. കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. ഞാനത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് ആ വയസ്സം മൗലവിയുടെ പാർട്ടിയാണ്. അപ്പൊ അബ്ദുസലാം സുലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാണിത്. അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ തന്നെ താലപ്പൊലിയും എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിങ്ങളെയും മക്കനെയും ധരിച്ചിട്ട് താലപ്പൊലിയും എടുത്തിട്ട്
ദേവാലയങ്ങളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ, നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം, ആ തോന്നിവാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൗലൈമാര് ചെണ്ട മുട്ടിച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് സലഫി ഫെസ്റ്റ്, അതിന്റെ പേര് നേർച്ചാന്നല്ല, സലഫി ഫെസ്റ്റ് അതിന്റെ പേരാ. എന്നിട്ട് മഹാബലി ഭയങ്കര താടിയും കൊടയല്ലായിട്ട്, പിന്നെ സ്റ്റേജുമ്മല് സെൽഫി ഫെസ്റ്റ് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റ് എന്നല്ല കേട്ടോ, ബാനർ കെട്ടിയിട്ട് മാത്രം മിസാല്, ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ, പെൺകുട്ടികൾ, ഔറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇവര് നല്ല കക്ഷികളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നാദാപുരത്തൊരു സീരിട്ട ആൾ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിക്കാണ് കുറെ പുലിക്കളിയും ഘോഷയാത്രയും പെണ്ണുങ്ങള് ഇങ്ങനെ താലം കൊണ്ട് പോകലും തിരുവാതിരക്കളിയും ഡാൻസും പാട്ടും കൂത്തൊക്കെ പറഞ്ഞിട്ട് ഘോഷയാത്രയും പുലിക്കളിയും ഒക്കെ പറഞ്ഞിട്ട് മൂപ്പര് മൗലവി കണ്ട പുലിയായി പോണ്, മൗലൈമാരെ പുലിക്കളി, മൗലൈമാരെ അഷ്റഖ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഓരോന്നിട്ട് കാണിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുജാഹിദുകളുടെ ഒന്നും തെരഞ്ഞെടുപ്പ് കിട്ടിയില്ലാന്ന് കണ്ടപ്പോൾ കണ്ടോ, ഒരു സ്ഥാപനത്തിന്റെ, ആ സ്ഥാപനത്തിന്റെ പേര് സലഫി എന്നായി പോയി. അപ്പൊ സലഫി ഫെസ്റ്റ് എന്ന് അവർ എഴുതും ചെയ്തു. അപ്പൊ സലഫി ഫെസ്റ്റ്, സലഫി ഫെസ്റ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കണ്ടോ, ആ മൗലൈമാരുടെ അഷ്റഖ പോകുന്നത് കണ്ടോളീൻ, മൗലൈമാര് പുലിത്തോല് അണിഞ്ഞിട്ട് റാത്തീബ് നടത്തുന്നത് കണ്ടോളീൻ. നമുക്ക് റാത്തീബ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുക. പുലിത്തോൽ അണിഞ്ഞിട്ട്, പുലിത്തോലിന്റെ കഥയും നിങ്ങൾ പറയിപ്പിക്കണ്ടോ. പുലിത്തോലേ ശരിക്കുള്ള പുലിയുടെ തോലുമായിട്ട് കടന്ന സഖാഫിയുടെ വിവരമൊക്കെ പത്രത്തിലുണ്ട്. അവിടെ ഇരിക്കട്ടെ. ശരി, മൂപ്പരിട്ട് കാണിച്ചോരോ രംഗങ്ങൾ കേട്ടോളൂ. ഒരു സ്കൂളിന്റെ വാർഷികമാണ്, സ്കൂളിന്റെ വാർഷികമാണ്. നമ്മളെ ലഘുവാക്കല്ല, പാടില്ലാത്ത സംഗതിയാണത്. ഒരാളും ഒരു ചെയ്യാൻ പാടില്ല. മുജാഹിദുകൾ അത് അംഗീകരിക്കുന്നതല്ല, യാതൊരു നിലക്കും അത് അംഗീകരിക്കുന്നതല്ല. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ടിട്ട് അപ്പുറത്തുള്ള ഈ കക്ഷികൾ കാണിച്ച ഈ സംഗതി കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ പറയണത് കണ്ടോ, അതാ മൗലൈമാര് ആദ്യം മൂപ്പര് കാണിക്കണം എന്താ അറിയോ, ഒരു അഷ്റഖ കേട്ടോളി എന്ന് പറഞ്ഞിട്ട് അഷ്റഖ, നമ്മൾ അഷ്റഖ ചൊല്ലി പോവുകയാണ്. ഇത്ര എന്താ അഷ്റഖയുടെ രൂപം കണ്ടോളി, നമ്മളെ പേരിൽ പറയാൻ എന്തൊരു കഷ്ടാണ്. ഇനി ഒരു അഷ്റഖ കേട്ടോളി. ആ അഷ്റഖ ആണ് പെണ്ണു ഒന്നായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായിട്ട് അഷ്റഖ കണ്ടോ, ആണും പെണ്ണും ഒന്നിച്ചുള്ള അഷ്റഖേ പത്. ഇവരെ അഷ്റഖ എങ്ങനെയാ? അഷ്റഖൽ ബദറുവിന്റെ ഒരു വെയിറ്റാബ് ഈ പറഞ്ഞത്. ഈ തരിച്ച ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് ഇതാ അഷ്റഖ. നിങ്ങൾ തന്നെയല്ലേ അഷ്റഖന്റെ വെയിറ്റ് കളഞ്ഞത്? ഒരു മൗലൈമാർ ആണും പെണ്ണും കൂടിയിട്ട് അഷ്റഖ എല്ലിയതാണ്. ഒരു സ്കൂളിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സ്വാഗതം ആരംഭിച്ചുകൊണ്ട് പാട്ടുപാടുകയാണ്. ആ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് മുജാഹിദുകൾ തമ്മിൽ എന്താ ബന്ധം? ഇത് ആണ്ട് നേർച്ചയാ, ഇത് കാര്യങ്ങളാ, ഇത് അനുവദനീയാണ്, ഓരോ കാര്യത്തിലും ഇത് പ്രത്യേകതയുള്ളതാണെന്നൊക്കെ ഫത്വ കൊടുത്തതാ. ഓരോരുത്തരും ഓരോ തോന്നിയാസങ്ങൾ ചെയ്യുന്നതല്ലേ. പിന്നെ പറയുന്നത് നമ്മളെ പേരിൽ വെച്ച് കെട്ടിയിട്ട് പറയണ് കണ്ടോ, നീ എന്താ പറയാൻ പോണത്, പുലിത്തോല് അണിഞ്ഞിട്ട് മൗലൈമാർ റാത്തീബും ചൊല്ലിയിട്ട് പോവുകയാണ്. നമ്മൾ റാത്തീബ് ഉണ്ട്, നമ്മളെ റാത്തീബ് പുലിത്തോലും അണിഞ്ഞിട്ടാണെന്ന് കണ്ടോളൂ. ആ ഭാഗം എന്താ റാത്തീബ് കേട്ടോളി. എങ്ങനെയാ റാത്തീബ്? പുലിത്തോലും അണിഞ്ഞിട്ട് ഹാ ഹാ നിക്കറ്. റാത്തീബിന്റെ ആട്ടവും കണ്ടോളി എന്ന് വെച്ച മോനെ. ഹാ എന്ന് പറഞ്ഞിട്ട് റാത്തീബാണ്. ഇവര് ഹാ ഹൂ ഹീന്ന് ചെല്ലുന്നത് പോലെ പുലിത്തോല് അണിഞ്ഞിട്ട് മൗലൈമാർ റാത്തീബും ചൊല്ലി പോവുകയാണ്. എന്താണ്, എവിടേക്കാ കൊണ്ടുപോകുന്നത്? എന്നിട്ട് പരസ്യമായിട്ട് ഇപ്പൊ മൂപ്പര് ഒരു റാത്തീബ് എന്താന്ന് മൂപ്പരെന്ന് കാണിക്കുന്നുണ്ട്. റാത്തീബ് എന്ന് കാണിച്ചെടുത്ത പോലെ പേരോടുണ്ട് റാത്തീബ്. ലാ ഹാ അല്ലാഹ്, ലാ ഹാ അല്ലാഹ്, ലാ ഹാ അല്ലാഹ്, ലാ ഹാ അല്ലാഹ്, ലാ ഹാ അല്ലാഹ്. കണ്ടോ റാത്തീബിന്റെ രൂപാപ്പത്. ഇവിടെ ചോദിച്ച ലാ ഹാ അല്ലാഹ് ഇങ്ങനെയുണ്ടോ? ഇങ്ങനെയുണ്ടോ? വേറൊരു ചോദിക്കുന്നുണ്ട് ഹാൻതും ഹാഉലായി എന്ന് ഖുർആനിലെ മൗലവിമാരെ എന്താ അവിടെ അർത്ഥം? ഹാ ഹൂന്നില്ലേ?
ഹാ അൻതും ഹാവുലായി ഹാ ഹാന്ന് കേൾക്കണോക്കെ ഉപരിക്ക് റാത്തീബ. ഈ പുലിത്തോലും അണിഞ്ഞിട്ട് ഈ വക സാധനങ്ങൾ റോട്ടിൽ കൂടി പുലിത്തോലും അണിഞ്ഞിട്ട് പുലിക്കളിയും കളിച്ചിട്ട് നടക്കുന്നതിനെ പറ്റി മൂപ്പര് അതാ ദിക്റ് എന്ന് പറയുന്നത്. ആ റാത്തീബ് നിങ്ങളെ റാത്തീബാപ്പത് നല്ല റാത്തീബ് തന്നെയാണ് കേട്ടോ. മുസ്ലിമീങ്ങൾക്കുണ്ടോ അങ്ങനെ റാത്തീബ്? മുസ്ലിമീങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു ദിക്റ്? ഇസ്ലാം പഠിപ്പ് നിങ്ങൾക്കല്ലേ ലാ ലാ അല്ല അല്ല ഇല്ല ഇല്ല എന്നൊക്കെ പറയല്. ഹാ ഹി ഹു ഹം എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി അതിന്റെ ഷോർട്ടാണ്. ഒക്കെ ഷോർട്ട് ഉണ്ടാക്കലല്ലേ നിങ്ങൾക്ക് പണി. നാ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോ ഖുദ് അത് എന്ന് പറഞ്ഞോ. ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ഷോർട്ട് ഖുദ്, അല്ലാഹു സമദ് എന്നതിന്റെ അത്, ലദ് ലം യലിദ്, പിന്നെ ലദ് അലം യൂലദ്, ലം യകുൽ ലഹു കുഫുവൻ അഹദ് വദ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്തും പാസായിക്കോ. ദിൻ ദിമ്മാമ ദിൻ ദിമ്മാമ ദുന്ദും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് ദിൻ ദിമ്മാമ ദുന്ദും. സ്വലാത്ത് ആർക്കും ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൂട്ടിയിട്ട്? ഇങ്ങനെയുണ്ടോ ഒരു സ്വലാത്ത് ഉണ്ടാക്കല്? ഇങ്ങനെയുണ്ടോ ഒരു ദിക്റ് ചൊല്ലല്? ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഉണ്ടാക്കി തീർത്താൽ ഇങ്ങനെയുണ്ടോ ദിക്റ്? ഇവര് വലിയ ദിക്റിന്റെ ആൾക്കാർ. നമുക്ക് ദിക്റും ഇല്ല സ്വലാത്തും ഇല്ല ഒന്നുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റിൽ ഹാ ഹൂ ഹി ഹം എന്നില്ല, ലാ ലാ എന്ന് പറയുന്നില്ല, അല്ലാ അല്ലാ ഇല്ല ഇല്ല ഹി ഹം ആഹ് 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 എന്നിങ്ങനെയൊക്കെ പറയുന്ന സമ്പ്രദായം ഉണ്ടോ സഹോദരന്മാരെ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ദിക്റുകളെ നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കല്ലേ. പുലിത്തോലും അണിഞ്ഞിട്ട് റാത്തീബ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മളവരോട് പറയണെന്ത്? അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഇങ്ങനെ പറഞ്ഞാലോ, കൊണ്ടോട്ടിയിലെ പുലിക്കളി ഇങ്ങനെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ പട്ടാമ്പിയിലത്തെ ഏതെങ്കിലും സ്ഥലത്തുള്ള ഏതെങ്കിലും പുലിക്കളി കാണിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഘോഷയാത്ര കാണിച്ചിട്ട് കണ്ടോ മൗലിയര് പോകണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഇവരിപ്പോ അത് മൗലിയരാന്ന് അംഗീകരിക്കോ സഹോദരന്മാരെ? ഇല്ല. അപ്പൊ ഒരു സ്കൂൾ നടത്തിയൊരു സംഗതിയാണത്. ഒരു സ്കൂൾ വാർഷികം അതാര് നടത്തിയതാണെങ്കിലും സഹോദരന്മാരെ, ഇവർ ആരായിരുന്നു ഒഴിവ്? ആരാണ് ഇപ്പൊ നടത്താത്തതിൽ നിന്ന് ഒഴിവ്? ഇങ്ങനെ വാർഷികം നടത്തിയ പല കക്ഷികളില്ലേ? പേരോടെ നിങ്ങളുടെ പാർട്ടി ഇതിൽ നിന്ന് ഒഴിവാണോ? അപ്പുറത്തുള്ള മറ്റേ സമസ്തയുടെ പാർട്ടി ഇതിൽ നിന്ന് ഒഴിവാണോ? ഓരോന്നോരോന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ എത്ര നേരം പിടിക്കും? മൂപ്പരുന്നിട്ട് പറയണേ, താടിയും വെച്ചിട്ട് മൗലൈമാര് ആ മുസ്ലിമീങ്ങളെ പരിഹസിച്ചില്ലേ? എന്തിനാ മതസൗഹാർദ്ദം തകർക്കുന്നത് മൗലൈമാരേന്ന് നമ്മളോട്? താടിയും വെച്ചിട്ട് ഒരാളിങ്ങനെ പോണ്ട്, താടിയും വെച്ചിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് ഏതോ ഒരു ഹയവാൻ, എന്നിട്ട് അത് കാണിച്ചിട്ട് കണ്ടോ മൗലൈ പോണുണ്ടോ? താടിയും വെച്ചിട്ട് മൗലൈമാര് അമുസ്ലിമീങ്ങളെ പരിഹസിച്ചില്ലേ എന്ന് പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത്. താടിയും വെച്ചിട്ട് ആ മുസ്ലിമീങ്ങളെ പരിഹസിച്ചില്ലേ നിങ്ങൾ? എന്തിനാണ് ഈ അമുസ്ലിമീങ്ങളെ പരിഹസിക്കുന്നത്? താടിയും വെച്ചിട്ട് ആ മുസ്ലിമീങ്ങളെ പരിഹസിച്ചില്ലേ നിങ്ങൾ? എന്തിനാണ് ഈ അമുസ്ലിമീങ്ങളെ പരിഹസിക്കുന്നത്? താടിയും വെച്ചിട്ട് ആ മുസ്ലിമീങ്ങളെ പരിഹസിച്ചു എന്നറിയാമോ? സ്കൂൾ വാർഷികത്തിൽ ഒരാളങ്ങനെ വേഷം കെട്ടിയതാ കാണിക്കുന്നത്. എന്നാ നിങ്ങളുടെ ഒരു സ്കൂളിന്റെ വാർഷികത്തിലാ കാണിക്കാൻ പോകുന്നത്, ഇതാ വേഷം കെട്ടി കാണിച്ചു കൊടുക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ തപശക്തി? ആണ്ടാണ്ടുകാലം മണ്ണിലും മീനിലും തപം ചെയ്തെടുത്താണ് ശക്തി. നീ കാരണം ഇന്ന് നിരപരാധികൾ എന്തിനു ശിക്ഷിക്കപ്പെടുന്നു? നമ്മളിതൊന്നും കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പല രംഗങ്ങളുണ്ട്, പലതും നമ്മൾ ഒഴിവാക്കുകയാണ്. ഇതൊക്കെ പറയും ഞങ്ങളെ വല്ല ബാനറും ഉണ്ടായിരുന്നു അയച്ച് കൊണ്ടോട്ടി നേർച്ചയിൽ ഞങ്ങളെ വല്ല ബാനറുണ്ടോ? അതുപോലത്തെ ചില നേർച്ച കൊണ്ടോ നിങ്ങൾ ഇവിടെ വെച്ചില്ലേ? ഞങ്ങളെ സംഘടനയുടെ വല്ല ബാനറുണ്ടോ? അതിന്റെ മുകളിൽ ഞങ്ങളെ വല്ല ബാനറുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സെലഫി ഫെസ്റ്റ് എന്ന് വെച്ചിട്ടല്ലേ നടത്തിയത്. എന്താ ഇതിൽ കാണുന്ന ബാനർ? എന്താ ആ കാണുന്ന ബാനർ? ആരുടെ പേരില? മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് ആണ്. മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾക്ക്? സമസ്തക്കാരുടെ ആ ആശയമുള്ള കക്ഷികളുടേതല്ലേ? അല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ആശയപരമായിട്ട് നിങ്ങളൊക്കെ ഒന്നാണല്ലേ? നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ലേ? ഭീമാപ്പള്ളിയുടെ ഗാനമേള നടക്കുമ്പോ ബനിയനുമ്മ കാണാ എന്താ എഴുതിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ. ഭീമാപ്പള്ളിയിലിടുമ്പോ ഘോഷയാത്രയിൽ നിങ്ങൾക്ക് ആ ബനിയനുമ്മ എന്താ എഴുതിക്കൂ നോക്കോ. നമ്മളിതൊന്നും കാണിക്കാൻ അത്ര സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന നിലക്കാണ് ആ ബനിയനൊന്ന് ശ്രദ്ധിച്ചോ എന്തായാലും എഴുതിയിട്ടുള്ളത്.
ഭീമാപള്ളിയിലെ പല പ്രവർത്തനങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. ഇസ്ലാമിന്റെ പേരിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല രൂപത്തിലുള്ള സംഗതികളുണ്ട്. ആ സംഗതികളിൽ ഒരു സംഗതി നിങ്ങളൊന്ന് കണ്ടോളൂ. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭീമാപള്ളി ഉറൂസിനെ എന്ന് കണ്ടോ? ഇതൊക്കെ മതത്തിന്റെ പേരിലാണ് നടക്കുന്നത്. അതായുള്ള പ്രത്യേകത. നല്ല സിനിമ പാട്ട്. ജാറത്തിലെ ഉറൂസിനോടനുബന്ധിച്ച് എല്ലാവിധ താളമേളങ്ങളോടുകൂടി സിനിമ പാട്ട് പാടുക, ആണും പെണ്ണും തുള്ളുക. ഇതൊക്കെ വലിയ പുണ്യമായിട്ടാണ് മുസ്ലിയാക്കന്മാർ അവതരിപ്പിക്കുന്നത്. കണ്ടോ? ഇത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. അവിടെ പോയി മുഖാമുഖം നടത്തി അതിനൊക്കെ ന്യായീകരിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ട സിറാജുല്ലുദയിലെ കുട്ടികളാണോ എന്നറിയില്ല. തെക്കൻ കേരളത്തിൽ വേരുറപ്പിക്കണമെങ്കിൽ ഇതിനൊക്കെ സഹായിക്കണം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കാന്തപുരത്തിലെ ആളുകൾക്കറിയാം. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിലൊക്കെ പിടിമുറുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിലനിൽക്കണം എന്നാണ് ഇപ്പൊ അവർ വിചാരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ വൃത്തികേടുകളും ഈ നടക്കുന്ന ഉറൂസിനോടനുബന്ധിച്ച് നടത്താൻ പണ്ഡിതന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ AP ഉണ്ട്, EK ഉണ്ട്, ആനയുണ്ട്, ടൈഗറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ ഒന്നാണ്. ഭീമാപള്ളിയിൽ നടന്ന പല രംഗങ്ങളെ സംബന്ധിച്ചും സക്കരിയ സലാഹി ഇരുമ്പുഴിയിൽ നൽകിയ മറുപടിയാണ് കണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഈ കാണിച്ച കുറച്ച് സീനുകൾ പെട്ടെന്ന് കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ MICയുടെ ബാനറുള്ള ആ സ്കൂളിന്റെ പരിപാടിയുടെ ചില സീനുകൾ പെട്ടെന്ന് നമ്മളത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല, ഉദ്ദേശിക്കുന്നതല്ല എന്ന് ആദ്യം ഇത് ഈ വരാൻ പോകുന്ന സീനുകളൊക്കെ നടന്നത് എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് നിങ്ങൾ മനസ്സിലായിക്കോ. ആദ്യം ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങിയത്. അന്ന് കാണിച്ചു കൊടുക്ക്. മതി. പിന്നീട് ഇനി തവസ്സുലാക്കിയിട്ട് മഹാന്മാരുടെ പേരിലൊക്കെ ബദരീങ്ങളെ പേരിലൊക്കെ തവസ്സുലാക്കിയിട്ടാണ് എടുത്തത്. കണ്ടില്ലേ? അപ്പൊ എന്തൊക്കെ ഈ ഫാത്തിഹീന്റെ അതിൻ്റെ ഇടയ്ക്ക് ആയത്തുൽ കുർസിയുണ്ട്, ഇപ്പൊ തവസ്സുലും വന്നു. എന്നിട്ട് ഇനി ആ സ്റ്റേജിൽ ഇവർ കാണിക്കുന്ന രൂപങ്ങളൊക്കെ ഒന്ന് കണ്ടു. പെട്ടെന്ന് ഒരു സെക്കൻഡ് മാത്രം മതി. അടുത്തത് പോട്ടെ. പെട്ടെന്ന് അടിച്ചുവിടും. നമ്മളത് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പോട്ടെ, പിടിച്ചുകൊള്ളാം. ആയി തൊപ്പിട്ട മൗലിയരും വന്നു. ആണ് പെണ്ണിന്റെ വേഷം കെട്ടി. പോട്ടെ കഴിഞ്ഞോ? ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചതല്ല, ഉദ്ദേശിച്ചതുമല്ല. ഈ രൂപത്തിൽ നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങൾ പറയാൻ അപ്പുറത്തെ ഈക്കക്കാരതാണ് നിങ്ങൾക്കില്ലേ? AP വിഭാഗത്തിന്റെ ഇല്ലേ? നിങ്ങളെ സനതടക്കം ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങളൊരു സ്ഥാപനത്തിന്റെ സനതേ ഏതാ? മർക്കസുൽ ഹിദായ കൊമ്പം ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂൾ. എന്തായില്ലേ ഹെഡിങ് എന്താ അറിയോ? മകൻ ആരാവണം, തീരുമാനം ഉടനെ ആവട്ടെ. വരട്ടെ മകൻ ആരാവണം, വരട്ടെ. ഇതിൽ പല രംഗങ്ങളുണ്ട് സഹോദരന്മാരെ. നമ്മളത് ഉദ്ദേശിക്കുന്നില്ല.
എന്തിനായിരുന്നു? ഇതൊരു ഡോസാണ്, ഒരു ടെസ്റ്റ് ഡോസ് പറയാണ്. ഏത് സ്ഥാപനങ്ങൾ കൊണ്ട് പൊന്നാര സുഹൃത്തുക്കൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ വക തോന്നിയാസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബഹുമാന്യരായ സർവ്വ ശ്രോതാക്കളോടും പറയുകയാണ്, എല്ലാ മാനേജ്മെന്റുകളോടും പറയുകയാണ്. അവൻ സമസ്തക്കാരനാവട്ടെ, മുജാഹിദ് എന്ന് പേരിൽ പറയുന്നവരാകട്ടെ, ആരാവട്ടെ, എല്ലാവരോടും വിനീതമായി പറയുന്നു, നമ്മുടെ മക്കളെ നിങ്ങൾ ഈ കോലത്തിൽ തുള്ളിക്കരുത്.